കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നാം ഇന്ന് മഞ്ഞിനിക്കര ബാവായുടെ പെരുന്നാൾ ആഘോഷിച്ച് അനുഗ്രഹീതരായിരിക്കുകയാണ്. വളരെ പുതുമയാർന്ന ഒരു ശുശ്രൂഷയായിരിക്കും ഇന്ന് പലരും അറ്റൻഡ് ചെയ്യുന്നത്. നാട്ടിലൊക്കെ ഈ മൂന്നുമേൽ കുർബാന എന്ന് പറയുമ്പോൾ 3 ത്രോണോസിന്മേലാണ് വിശുദ്ധ കുർബാന അർപ്പിച്ച് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ സിറിയയിലും ഒക്കെ ഇതുപോലെ അനേകം വൈദികരും ദിവ്യന്മാരും ഒക്കെ കാപ്പായൊക്കെ ഇട്ട് സമൂഹ ബലി അർപ്പിക്കുന്ന ഒരു പതിവും നമുക്കുണ്ട്. ഇവിടെ നമുക്ക് 3 ത്രോണോസ് ഉണ്ടാക്കാൻ സൗകര്യക്കുറവുണ്ട്. തന്നെയുമല്ല, നമ്മുടെ പാരമ്പര്യത്തിലുള്ള ഈ രീതിയിൽ നാം കണ്ട് ശീലിക്കേണ്ടതും ആവശ്യമാണല്ലോ. വളരെ അനുഗ്രഹീതമായിട്ട് മനോഹരമായിട്ട് നമുക്ക് 3 അച്ഛന്മാർക്ക് ഒരുമിച്ച് നിന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തക്കവണ്ണം, പ്രത്യേകിച്ച് കാനഡയിൽ അവസരം കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. കാരണം കാനഡയിലും അമേരിക്കയിലും ഒക്കെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവകൃപയാൽ നമുക്കിവിടെ ഇന്ന് 3 വൈദികർക്ക് ബലിയർപ്പിക്കുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു ചേരുവാൻ സാധ്യമായതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും. കുറിച്ച് പറയുമ്പോൾ അച്ഛനെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ എനിക്ക് നാട്ടിൽ വെച്ച് പരിചയമുള്ള ബഹുമാനപ്പെട്ട അച്ഛനാണ്. ജ്ഞാനായ സമുദായത്തിലെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള വൈദിക ശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. ഞാൻ എറണാകുളത്ത് ഇളംകുളം സൂനോറ പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അച്ഛൻ പാലാരിവട്ടത്തുള്ള ജ്ഞാനായ പള്ളിയിൽ ശുശ്രൂഷിക്കുന്നതായിട്ട് ഞാനിപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടെ അച്ഛനെ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുകയും, 3 കുർബാനയുടെ കാര്യം അച്ഛനെ വിളിച്ചപ്പോഴേ തന്നെ അച്ഛന് വളരെ സന്തോഷത്തോടു കൂടി ഇത് വരാൻ സമ്മതിക്കും. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. നമ്മുടെ ബൈജി അച്ഛന് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്ന ആവശ്യമില്ല, കാരണം അച്ഛൻ നമ്മുടെ വീട്ടുകാരനാണ്. എന്നിരുന്നാലും എല്ലാം വളരെ മനോഹരമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന അച്ഛനെയും സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ അതിഥിയായിട്ടുള്ള അച്ഛനെ ദൈവം സംസാരിക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഇപ്പോൾ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ ബഹുമാനപ്പെട്ട അച്ഛൻ, അതുപോലെ ബഹുമാനപ്പെട്ട ബൈജുച്ചൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ആദ്യമായി ഈ ദേവാലയത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും ഇവിടുത്തെ എല്ലാ അംഗങ്ങളോടും നന്ദിയും ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. പരിശുദ്ധനായ ഏലിയാസ് തിരുബാവയുടെ 81ാം ഓർമ്മ പെരുന്നാളിലും ഈ ഇടവക അല്ലെങ്കിൽ സഭ ആചരിക്കുന്ന ഈ ദിവസത്തിലും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷമുണ്ട്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായ ലേഖനം 13ാം അധ്യായത്തിന്റെ 7ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. ഒരിക്കൽ കൂടെ ഞാനിത് വായിക്കുകയാണ്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും. വാസ്തവത്തിൽ പെരുന്നാളുകൾ സംബന്ധിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണിത്. ലോകത്തില് ദൈവവചനം പ്രസംഗിക്കുകയും യേശുവിന് വേണ്ടി ജീവിക്കുകയും രക്തസാക്ഷികളാകുകയും ചെയ്തവരെ ഓർക്കുവാൻ മാത്രമല്ല, അവരുടെ വിശ്വാസം അനുകരിക്കുവാനും നമുക്ക് കടമയുണ്ട്. അവരെ പോലെ ഞാനും യേശുവിന് വേണ്ടി ദൈവവചനപ്രകാരം ജീവിക്കുമെന്ന് തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ പെരുന്നാളുകൾക്ക് അർത്ഥമുണ്ടാകുന്നതും പെരുന്നാളുകൾ അനുഗ്രഹപ്രദമായി മാറുന്നതും. പരിശുദ്ധനായ ഏലിയാസ് തിരുബാവ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോഴും വാസ്തവത്തിൽ പലപ്പോഴും ഭൗതികമായ പല നേട്ടങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ നാം കാണുന്നത്. അത് വേണ്ട എന്ന അർത്ഥത്തിലല്ല. വാസ്തവത്തിലും സകല ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ എന്ത് പ്രയോജനം എന്ന തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ലോകത്തിലെ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് നമ്മുടെ ആത്മാവ്. നമുക്കറിയാം, എവിടെ നിങ്ങൾക്കറിയാം ഒരു വീടിന്റെ വില എത്ര നിങ്ങൾക്കറിയാം. എവിടെ ഒരു വീട് വാങ്ങിക്കണം എങ്കിൽ ഈ കാനഡയുടെ വില ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവ് പറയാണോ, സകല ലോകവും, ഈ ലോകം മുഴുവൻ നേടിയാലും അല്ലേ, ഒരു വീട് തന്നെ വാങ്ങുന്ന ഞാൻ എന്ന് പറയും 30-35 വർഷത്തേക്ക് ലോണാണ്. ഇവിടുന്ന് തിരിച്ചുപോക്കെ ഉണ്ടാകത്തില്ല, വീടിന്റെ തിരിച്ചുപോക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന്റെ വില എന്താണ്?
അപ്പൊ ഈ ലോകം മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവിനെ നശിപ്പിച്ചാൽ എന്ത് പ്രയോജനം എന്ന് ചോദിക്കുമ്പോൾ ഇതിനേക്കാളൊക്കെ എത്രയോ വിലയേറിയതാണ് നമ്മിൽ വസിക്കുന്നതായ ആ ആത്മാവ്. അപ്പോൾ വാസ്തവത്തിലും ഈ ലോകത്തിന്റെ നേട്ടങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് നമ്മുടെ ആത്മാവിന്റെ രക്ഷയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൗതികമായ നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് നാശം, നമ്മുടെ ആത്മാവിന് നാശം സംഭവിക്കാതിരിക്കുവാനായി ബാബായെ നിന്നെ പോലെ നന്മയിലും വിശുദ്ധിയിലും ജീവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപയും ശക്തിയും ഞങ്ങൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതായിക്കട്ടെ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ലോകത്തിൻ്റെതായ നേട്ടങ്ങൾ വേണ്ട, അല്ല മറ്റ് പ്രശ്നം വേണ്ടെന്ന് അർത്ഥമില്ല. പക്ഷേ അവയേക്കാൾ ഉപരിയായിട്ട് ബാബായെ നിന്നെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ഈ ലോകത്തെക്കാളൊക്കെ ശ്രേഷ്ഠമായ ആത്മാവ് ഞങ്ങളിൽ ഉള്ളപ്പോൾ അത് നശിക്കാതിരിക്കാൻ വേണ്ടി ദൈവത്തോട് ചേരുവാൻ തക്കവണ്ണം, ആ സ്വർഗീയ സൗഭാഗ്യങ്ങൾക്ക് ചെല്ലുവാൻ തക്കവണ്ണം ആത്മാവിന്റെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോഴാണ് അതിന് ഏറെ അർത്ഥമുണ്ടാകുന്നത്. തന്നിഷ്ടപ്രകാരം ജീവിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിലും വലിയ അർത്ഥമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവവുമായി അടുത്ത് ബന്ധം സ്ഥാപിച്ച വിശുദ്ധന്മാരെ നാം കൂട്ടുവിളിക്കുക ചെയ്യുന്നത്. മധ്യസ്ഥ എന്നുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നതാണ് തങ്ങളുടെ ജീവിത വിശുദ്ധിയിലൂടെ ദൈവവുമായി അടുത്ത് ബന്ധം സ്ഥാപിച്ചവരെ നാം പ്രാർത്ഥനയ്ക്കായിട്ട് കൂട്ടുവിളിക്കുകയാണ്. നമ്മോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുക. ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവമാണ് അവിടെ ഉള്ളത്. ജീവനോടെ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വാങ്ങിപ്പോയ പിതാക്കന്മാർക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ധാരാളമുണ്ട്. വേദപുസ്തകത്തിലെ ധനവാന്റെയും ലാസറിന്റെയും ഉപമ മാത്രം പഠിച്ചാൽ മതി. സാധാരണക്കാരനായ മരിച്ചുപോയ ഒരാൾക്ക് പോലും തങ്ങളുടെ ജീവനോടെ ഇരിക്കുന്നവരെ ചിന്തയുണ്ടെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെന്നും വളരെ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ യേശുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച് വിശുദ്ധമായ ജീവിതം നയിച്ച് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട നമ്മുടെ പിതാക്കന്മാർക്ക് അവർക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. യേശു ഈ ലോകത്തില് ജനിക്കുകയും മരിക്കുകയും ചെയ്തത് അന്ന് ജീവനോടെ ഉണ്ടായിരുന്നവർക്ക് വേണ്ടി മാത്രമല്ല, ജനിക്കാനിരിക്കുന്നവർക്കും യേശുവിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടതായ ആളുകൾക്കും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, അതിനായിട്ടുള്ളൂ അവൻ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അപ്പോൾ സഭയെന്ന് പറയുന്നത് ജീവനോടെ ഇരിക്കുന്നവർ മാത്രമല്ല, വാങ്ങിപ്പോയവരും ജനിക്കാതിരിക്കുന്നവരൊക്കെ ചേർന്നതാണ് സഭയെന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ കാണാവുന്ന അവയവങ്ങളുണ്ട്, കാണാൻ വയ്യാത്ത ആന്തരിക അവയവങ്ങളുമുണ്ട്. കാണാൻ വയ്യ എന്നതുകൊണ്ട് നമുക്ക് ഹാർട്ടും ലിവറൊന്നും ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ലല്ലോ. ചിലരെ കുറിച്ച് നമ്മൾ തമാശയായിട്ട് പറയാം, അവന് ഹൃദയം ഇല്ലാത്തവനാണ്, കണ്ണി ചോരയില്ലാത്തവൻ ചിലരെ കുറിച്ച് പറയും. പക്ഷെ എങ്കിലും അതല്ലല്ലോ. ഒരു മരത്തെ നോക്കിയാൽ അതിന്റെ വേര് നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് അതിന് വേരില്ലെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. വാസ്തവത്തിൽ ആ വേരുകൾ ഉള്ളത് കൊണ്ടാണ് അത് നിലനിൽക്കുന്നത്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരം പോലും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ശരീരത്തിന്റെ പ്രവർത്തനം പോലും ഈ ആന്തരിക അവയവങ്ങളുടെ അല്ലെങ്കിൽ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത്. ആ ശരീരത്തിൽ പോലും, നമ്മുടെ ശരീരത്തിൽ പോലും വലിയ ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് നടക്കുന്നത്. നമുക്കറിയാം, വയറിന് വിശന്നാൽ ഉടനെ സന്ദേശം പോവുകയെ തലയിലേക്ക് കൈകൊണ്ട് എത്രയും വേഗം ഭക്ഷണം എടുക്കാൻ. കൈ ഭക്ഷണം എടുക്കുന്നു, വായിലേക്ക് കൊടുക്കുന്നു, വായ അതിനെ ചവച്ച് അരച്ച് ഇറക്കുന്നു, അത് വയറ്റിലെത്തുന്നു. ഭക്ഷണം എടുത്തത് കൈയാണ്, പക്ഷെ കൈക്കൊന്നും കിട്ടിയില്ല. ഭക്ഷണം ചവച്ചരച്ചത് വായാണ്, വായിക്കൊന്നും കിട്ടിയില്ല. ആർക്കാണ് ഭക്ഷണം കിട്ടിയത്? വയറിനാ ഭക്ഷണം കിട്ടിയത്. അങ്ങനെയെങ്കിൽ വളരേണ്ടത് വയറല്ലേ. എന്നെ പോലെ ചിലരെ കാണുമ്പോൾ നമുക്ക് തോന്നും വയറല്ലേ വളരുന്നത് നമുക്ക് തോന്നും. പക്ഷെ വാസ്തവത്തില് വയറിനാണ് ഭക്ഷണം, അതിന്റെ പ്രയോജനം ശരീരത്തിന് മൊത്തമാണ് ലഭിച്ചത്. മറിച്ച് ഈ അവയവങ്ങൾ പരസ്പരം കലഹിച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കൈകൊണ്ട് ഭക്ഷണം എടുത്ത് വായിലേക്ക് കൊണ്ടുവരുമ്പോൾ വാ എനിക്ക് സൗകര്യമില്ല, തുറക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വായിലിട്ട് ചവയ്ക്കുന്നു, വിഴുങ്ങാൻ എനിക്ക് സമയമില്ല, എനിക്ക് സൗകര്യമില്ലെന്ന് വാ പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ വിശപ്പ് അതേപോലെ അവിടെ നിൽക്കത്തേ ഉള്ളൂ.
അപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു കൂട്ടായ്മയുടെ അനുഭവമാണ് നമ്മുടെ ശരീരത്തിൽ പോലും നടക്കുന്നത്. ഈ കൂട്ടായ്മയാണ് വാസ്തവത്തിലെ പരിശുദ്ധന്മാരുമായുള്ള മധ്യസ്ഥതയിൽ നാം നടത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാനും അവരും അല്ലെ നമ്മളും അവരും എല്ലാവരോടും ചേർന്ന വലിയ ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പിതാക്കന്മാരോട് പ്രാർത്ഥിക്കാം. അവരും സഭയിലെ അംഗമാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ പോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു സഭാ ശരീരത്തിലെ നമുക്ക് കർത്താവ് തലയും സഭ ഇതിന്റെ ശരീരവുമാവുന്നു. നാം ഒക്കെ അതിലെ ഓരോ അവയവങ്ങളാണ്. അപ്പോൾ കാണപ്പെടുന്ന അവയവങ്ങളും കാണപ്പെടാത്ത അവയവങ്ങളും പോലെ നമ്മുടെ കാണപ്പെടാത്ത അവയവങ്ങൾ അവര് ശ്രേഷ്ഠമായ ജീവൻ നയിച്ചും ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടവരാണ്. അവരുടെ മധ്യസ്ഥത നമുക്ക് ഏറെ അനുഗ്രഹപ്രദമാണ്. പ്രത്യേകിച്ചും വലിയ നോമ്പിന്റെ അനുഭവത്തിലേക്ക് നാം കടക്കുകയാണ്. നാളത്തെ ഏവെങ്കിലില് അല്ലെങ്കിൽ പേത്തത്താഞ്ഞാലത്തില് ഏവെങ്കിലില് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കുന്ന ആ ശ്രേഷ്ഠമായ സംഭവമാണ് നാം അവിടെ സ്മരിക്കുന്നത്. നിറവോ മണമോ ഗുണമോ ഇല്ലാതിരുന്ന വെള്ളം എല്ലാവർക്കും ശ്രേഷ്ഠമായ രുചിയും മണവുമുള്ള ശ്രേഷ്ഠമായ ഒരു വസ്തുവായി മാറ്റപ്പെടുന്ന അവസ്ഥ. വാസ്തുവിൽ ഈ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകേണ്ട മാറ്റവും അതുതന്നെയാണ്. വെള്ളത്തിന് എപ്രകാരം ഒരു മാറ്റം സംഭവിച്ചോ, എനിക്ക് തോന്നുന്നു പിതാക്കന്മാർ പക്ഷേ മനഃപൂർവ്വമായിരിക്കാം നോയമ്പിലെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ ഇത് ക്രമീകരിച്ചത്. ഈ നോയമ്പ് കഴിയുമ്പോഴേക്കും നമുക്കുണ്ടാകേണ്ട ഒരു മാറ്റമാണത്. ആ ശ്രേഷ്ഠമായ വിശുദ്ധമായ ഒരു അവസ്ഥയിലേക്കാണ് നാം മാറ്റപ്പെടേണ്ടത്. ഭാഗ്യവശാൽ അതിന്റെ ആരംഭത്തിൽ നാം ഇന്ന് പരിശുദ്ധനായ ഏലിയാസ് ബാവായുടെ ഓർമ്മ കൂടെ കൊണ്ടാടുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, ബാവായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ നിന്നെ പോലെ വിശുദ്ധിയിൽ ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് മാറ്റപ്പെടുവാൻ തക്കണം ഞങ്ങൾക്ക് ശക്തി പറയേണ്ടത് ഞങ്ങളുടെ കൂടെ നീ ചേർന്ന് പ്രാർത്ഥിക്കണമേ. തീർച്ചയായും പരിശുദ്ധനായ ഏലിയാസ് ബാവയുടെ മധ്യസ്ഥ നമുക്കെന്നും കാവലും കോട്ടയായിരിക്കട്ടെ. നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മോട് ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ ജീവിക്കുവാൻ, കർത്താവെ നിന്റെ രാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഇടയാകണമെന്ന് ബാവായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് വിനയത്തോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ബാവായുടെ മധ്യസ്ഥ മുഖാന്തരമായി ദൈവം തമ്പുരാൻ ഏവരെയും ഏറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ ദേവാലയത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചില്ല, വിശുദ്ധ ആരാധനയെ സംബന്ധിക്കാൻ സാധിച്ചില്ല, വന്യ വൈദ്യശ്രേഷ്ഠരോട് നിങ്ങൾ ഏവരോടുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ നേരത്തെ തന്നെ നമ്മുടെ ആലയത്തിൽ എത്തിച്ചേരുകയും ദിവ്യമായ ഈ ബലിയർപ്പണത്തിൽ മുഖ്യമായ കാർമ്മികത്വം വഹിക്കുകയും ചെയ്ത അത്രയും ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛനോടുള്ള ഇടവകയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹാദരങ്ങളും നന്ദിയും തൃപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. പ്രിൻസ് അച്ഛൻ വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നു. തൊട്ടടുത്തുള്ള ഞാൻ എത്തുന്നതിന് മുൻപേ തന്നെ അച്ഛൻ വന്നിരുന്നു. കാലഗതിയിൽ നിന്ന് വളരെ വെളുപ്പിന് തന്നെ അച്ഛൻ യാത്ര പുറപ്പെട്ടു. പ്രിൻസ് അച്ഛനോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അറിയിക്കട്ടെ. നന്ദി പറയുന്നില്ല അച്ഛനോട്. വരുന്ന ഈ മാസത്തെ പ്രയർ മീറ്റിംഗ് എത്രയും ബഹുമാനപ്പെട്ട ജോർജി ഏട്ടന്റെയും ജോളി ആന്റിയുടെയും ഭവനത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ജോളി ആന്റിയുടെ പിതാവ് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയി. പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. വരുന്ന 15-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് ആ ഭവനത്തിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്നത്. എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകം കരുതണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. മഞ്ഞനിക്കര ബാവായുടെ പെരുന്നാള് നാം ഏറ്റുകഴിക്കുമ്പോൾ ആ പെരുന്നാളിന് ഓഹരിക്കാരായി എല്ലാവരും ചേരണം. $10 ആയിരിക്കും പെരുന്നാൾ ഓഹരി. കുറച്ചു പേരുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ആളുകൾ നേർച്ച വിളമ്പുന്നതിന് മുൻപായിട്ട്, നേർച്ച കഴിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരുടെയും പേരുകൾ കൊടുത്ത് പെരുന്നാളിൽ ഓഹരിക്കാരായി ചേരുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ സന്ധ്യാപ്രാർത്ഥനയോടെ നമ്മുടെ വലിയ നോമ്പ് തുടങ്ങുകയാണ്. വലിയ നോമ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാവരും നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണമായും സമർപ്പിച്ച് നോമ്പിന്റെ ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും നോമ്പിന്റെ അനുഭവത്തിലായിരിക്കുവാനും പ്രത്യേകം കരുതണമേ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ത്രോണോസിൽ ഉപയോഗിക്കുന്നതായ വിശുദ്ധ കുർബാന തക്സ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് നിങ്ങൾ കണ്ടതാണ്. വളരെ ചെറുതാണ്, വളരെ ഭംഗിയുള്ളതാണ്.
അത് നമ്മുടെ കാൽഗരി ഇടവകയിലെ സജിചേട്ടൻ നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. കാൽഗരി പള്ളിയിലേക്ക് അദ്ദേഹം ഒരെണ്ണം നിർമ്മിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ പള്ളിയെ കൂടി ആ ഇടവക കരുതുന്നതിന്റെ പ്രതിഫലനമായിട്ട് ആ സ്റ്റാൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ സജിചേട്ടനെയും കുടുംബത്തെയും ഓർക്കണമേ എന്ന് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തി ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മളെ ശ്രീബാമുത്തിക്കും. അതിനുശേഷം എല്ലാവരും ചേർന്ന് നമുക്ക് ഈ പെരുന്നാളിന്റെ നല്ല ഓർമ്മകൾ കാത്തു സൂക്ഷിക്കുവാനായിട്ട് എല്ലാവരും ചേർന്നൊരു ഫോട്ടോ എടുക്കാം. അച്ഛന്മാരെല്ലാം കാപ്പയൊക്കെ ഇട്ട് അതിനകത്ത് പങ്കുകാരാകും. എല്ലാവരും ചേർന്ന് അപ്പുറം മുറിയിൽ അതിനുള്ള ക്രമീകരണങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം. നമുക്ക് അതുകൂടി ചെയ്തിട്ടായിരിക്കും നേർച്ച കഴിക്കുവാനായിട്ട് പിരിയുന്നത്. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം.